കോഴിക്കോട് എങ്ങനെയാണ് അവിടെ മിഠായി തെരുവ് എന്ന് വെച്ചാൽ ഉത്സവങ്ങളുടെ ഒരു തെരുവാണ്, മധുരത്തിൻ്റെ തെരുവാണ്. അപ്പോൾ അഖില, മിഠായി തെരുവ് എങ്ങനെ ഒരുങ്ങുന്നു? തിരക്കുണ്ടോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ വേറൊരു വൈബുള്ള സ്ഥലമാണ്. എങ്ങനെയാണ് അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഈ അവസാനം 4:51 കുറച്ച് സമയം കൂടി ഉള്ളൂ എല്ലാം വാങ്ങിക്കൂടാൻ? ദിവിഷ്, തീർച്ചയായും ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ഈ തെരുവിന് ഇത്തിരി മധുരം ഇത്തിരി കൂടുതലാണ്. ഭയങ്കര തിരക്കും, അല്ലെങ്കിൽ അവസാനം, അതായത് നാളെയാണ് ക്രിസ്മസ്, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ സാധനങ്ങൾ വാങ്ങാനും മറ്റ് പർച്ചേസിനൊക്കെ ആയിട്ട് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മിഠായി തെരുവ് എന്ന് പറയുന്നത് കച്ചവടത്തിൻ്റെ തെരുവാണ്, അല്ലെങ്കിൽ ഒരുപാട് വ്യവഹാരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ, ഡ്രസ്സുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. കുട്ടികൾക്ക് വെക്കേഷൻ കൂടിയാണ്, അതുകൊണ്ട് എല്ലാവരും ഈ തെരുവിൽ തന്നെയുണ്ട്. ഒരുപാട്, അതായത് കേക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് വലിയ തിരക്കാണ് ഇപ്പോൾ മിഠായി തെരുവിൽ അനുഭവപ്പെടുന്നത്. പിന്നെ അതുമാത്രമല്ല, മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളത് കൊണ്ട് ഇനി ഇത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഡ്രസ്സുകൾക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. വെള്ളയും അതായത് ചുവപ്പും നിറമുള്ള ഡ്രസ്സുകൾ ഇപ്പോഴും വിറ്റ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ, എൻ്റെ പേര് സേതുർജി, നമ്മുടെ ഷോപ്പിൻ്റെ പേര് നിക്കി മിക്കി. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം? റെഡ്, വൈറ്റ്, പിന്നെ ഡിമാൻഡാണ്. റെഡിന് ഡിമാൻഡാ, കിട്ടാനില്ല. പിന്നെ അതേമാതിരി ഇതാ ഇത് ചെറിയ കുട്ടികളത് ഭയങ്കര ഡിമാൻഡ്. തൊപ്പി, മറ്റേ മുഖംമൂടി ഒക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഏറ്റവും കൂടുതൽ ഈ വലിയ ആളുകളാണോ ചെറിയ കുട്ടികൾക്കുള്ള? കുട്ടികളതും വലുതും ഒക്കെ ഒരേ മാതിരിയാണ് പോകുന്നത്. ഓരോ ഇതിനനുസരിച്ച് ഓരോ മറ്റേ റിപ്പബ്ലിക്കിന് വൈറ്റാണ് പോവുക, ഇതേമാതിരി ക്രിസ്മസിന് ഇതാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒന്നും കൂടി സ്ക്വയർ ഇതാക്കിയോണ്ട് അതിൻ്റെ ആൾക്കാരും ഉണ്ട്, വരുത്താരും കൂടി ഉണ്ട്. പിന്നെ എല്ലാം കൂടി വെക്കേഷൻ ആണല്ലോ, ഒന്നും കൂടി മാർക്കറ്റ് ഉഷാറായി വരുന്നു. ചേട്ടൻ്റെ ക്രിസ്മസ് ആഘോഷം കുഴപ്പമില്ല, ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും, മാതൃഭൂമിൻ്റെ വക ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ദിവിഷ്, അപ്പോൾ എല്ലാവരും ആഘോഷത്തിൻ്റെ ഇതിലാണ്, ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് അവരുടെ കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ശരി, അപ്പോൾ നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടത്.